ആരും മൈൻഡ് ചെയ്തില്ല. ഒരു പട്ടി കുറുക്കം പോലും മമതാ ബാനർജിയെ മൈൻഡ് ചെയ്യില്ല. കൽക്കട്ടയിൽ പട്ടിയുടെ വില പോലുമില്ല. പട്ടികളെ ഞാൻ മോശപ്പെടുത്തി പറയല്ലോ, അതിനേക്കാൾ ധൈര്യമാണ്. ശ്രീ ജയശങ്കർ, നേരത്തെ ശ്രീ അജയ് രാമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പരീക്ഷകൾ വളരെ ദയനീയമായി പരാജയപ്പെടുന്നത് നാം കാണുകയാണ്. 2024 നീറ്റിൽ ചോദ്യപേപ്പർ ചോർന്നു, 2025 ചോർന്നില്ലെന്ന് നാം വിശ്വസിക്കുന്നു. 26 24 നടന്നതിനേക്കാൾ വലിയ ചോർച്ച മനസ്സിലാവുന്നു. ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിനു മുമ്പുള്ള എല്ലാ പരീക്ഷാ പേപ്പർ ചോർച്ചകൾക്കും പരിഹാരമെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതാണ്. ആ NDA എത്ര ദുർബലമാണെന്ന് ഈ പരീക്ഷകൾ തെളിയിക്കുന്നു. പക്ഷേ രാജ്യവ്യാപകമായി പ്രക്ഷോഭമൊന്നും ഉയർന്നു വരുന്നില്ല. CBSE വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് അതിൻ്റെ പരീക്ഷാ പേപ്പറിൻ്റെ മൂല്യനിർണ്ണയം നടന്നത്. എത്ര അശാസ്ത്രീയമായി, ഒന്നും പരീക്ഷിക്കാതെയാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അത് ബാധകമാക്കിയത്. ലോകത്തൊരു രാജ്യത്തും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പരമപ്രധാന പ്രശ്നത്തിൽ പോലും ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ദുർബലമായി ആവശ്യപ്പെടാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഇന്ന് യോഗം ചേർന്ന് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള പിഴവുകൾക്ക് മറ്റൊരു ജനാധിപത്യ രാജ്യത്തും ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് തുടരാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രക്ഷോഭം രൂപപ്പെടുത്തുന്നതിൽ ഈ പ്രതിപക്ഷ സഖ്യം പരാജയപ്പെടുന്നുണ്ടോ? അല്ല, ഒരു പ്രക്ഷോഭം ഇല്ലാതെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ ആ സ്ഥാനം രാജിവെച്ച് പോകേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പങ്ക് ഇതിനകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാർമ്മികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അദ്ദേഹത്തിന് അവിടെ തുടരാനുള്ള യാതൊരു അർഹതയില്ല, യോഗ്യതയുമില്ല. അദ്ദേഹം ഏറ്റവും പെട്ടെന്ന് രാജിവെച്ച് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം രാജിവെച്ച് പോകുന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ഇതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടുപിടിക്കും, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കെടുകാര്യസ്ഥത കൊണ്ട് അവശത അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അത് വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ വിഷയം പ്രതിപക്ഷ പാർട്ടികളുടെ അനൈക്യമായതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാനായിട്ട് ഒരു യോഗം ചേരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ അവർക്ക് കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കാമായിരുന്നു. അതിന് വേണ്ടിയിട്ട് യോഗം ചേരുകയും അവിടെ ചായയും അണ്ടിപ്പരിപ്പും കഴിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്ത് എന്താണ് ഒരു തീരുമാനം ഉണ്ടായത്? ഇനി 2 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു യോഗം ചേരാൻ തീരുമാനിച്ചു. അതിനപ്പുറത്ത് വേറെ എന്തുണ്ടായത്? ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇവിടെ ജോസ് കെ മാണി അടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ ഗംഭീരമായിട്ട് പങ്കെടുക്കും. അതുമൊക്കെ നന്നായി. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഐക്യം എന്ന് പറയുന്നത് എത്ര അകലെയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ഇപ്പോൾ മമതാ ബാനർജിയും സോണിയാഗാന്ധിയും തമ്മിൽ ആലിംഗനം ചെയ്ത രംഗങ്ങൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റേ ചങ്ങമ്പുഴയുടെ വാഴക്കൊലയാണ്. എന്താണ്, ഇല പോയി തൊലി പോയി മുരടിച്ചൊരു ഇലവിനെ വലയം ചെയ്ത് അലയുന്ന ലതകൾ പോലെ എന്ന് പറഞ്ഞു. ഇവിടെ ലതകൾ രണ്ടുപേരും ഏതാണ്ട് ഇല പോയി തൊലി പോയ അവസ്ഥയിലെത്തിയ ആളുകളാണ്. ഒരാൾ രാഷ്ട്രീയമായിട്ടും ഒരാൾ ശാരീരികമായിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാഴ്ച എത്ര ദയനീയമാണ്. ഈ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് ബെഹ്റാംപൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്ന ആളാണ് അധീർ രഞ്ജൻ ചൗധരി. കഴിഞ്ഞ കാലാവധി കഴിഞ്ഞ ലോക്സഭയിൽ അദ്ദേഹമായിരുന്നു കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറും തദ്വാര പ്രതിപക്ഷ നേതാവും. ആ മനുഷ്യനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മമതാ ബാനർജി ബെഹ്റാംപൂരിൽ എന്താണ് യൂസഫ് പത്താൻ എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ ഗുജറാത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തു എന്നാണ്. എന്നിട്ട് ഇൻറ്റൻസീവായിട്ട് ക്യാമ്പയിൻ ചെയ്ത് അധീർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അധീർ രഞ്ജൻ ചൗധരിയെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യലായിരുന്നു ഈ ഫാസിസത്തെ സാമ്രാജ്യത്വത്തെയും BJP ഒക്കെ ചെറുക്കുന്നതിനേക്കാൾ പ്രധാനം. അങ്ങനെ അത്യധ്വാനം ചെയ്ത് അധീർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിച്ചു എന്ന് കരുതി കൃതാർത്ഥയായ മമതാ ബാനർജിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? സോണിയാഗാന്ധിയെ ആലിംഗനം ചെയ്ത്. ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അവരുടെ കർമ്മം എന്താണ്? അവരിപ്പോൾ എന്താണ് പിന്തുടരുന്നത്? ഇത് തന്നെ ഇപ്പോൾ ഞാൻ TV അല്പം മുമ്പ് കണ്ടു. ഇവർ കാളിക്കട്ടിൽ എന്താണ് ദർശനത്തിന് പോകും. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു പട്ടി കുറുക്കം പോലും മമതാ ബാനർജിയെ മൈൻഡ് ചെയ്യില്ല. അവർ ക്യൂ നിന്ന് സാധാരണ ഭക്തന്മാരെ പോലെ അവിടെ പോയി കൈ തൊടും. അത് കണ്ട് കാളി ദേവി അവിടെ നിന്ന് പരിഹസിച്ച് പുച്ഛിച്ച് ചിരിക്കുന്നുണ്ടോ? ഇതാണ് അവസ്ഥ. മമതാ ബാനർജിക്ക് ഇന്നിപ്പോൾ കൽക്കട്ടയിൽ പട്ടിയുടെ വില പോലുമില്ല. പട്ടികളെ ഞാൻ മോശപ്പെടുത്തി പറയല്ലോ, അതിനേക്കാൾ ധൈര്യമാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവരുടെ പാർട്ടിയിലുള്ള ആളുകളൊക്കെ പിരിഞ്ഞു പോയി. അവരുടെ കുഴപ്പം കൊണ്ടല്ല, സത്യം പറയാം. അവരുടെ അനന്തരവൻ ഒരു ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹമാണ് പാർട്ടിയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പണം വാങ്ങിയിരുന്നത് പുള്ളിയാണ്. അപ്പോൾ ജനങ്ങൾ മൊത്തമായിട്ട് വെറുത്തു. ജനങ്ങളുടെ വെറുപ്പ് മറികടക്കാനായിട്ട് ഇവരെന്താ ചെയ്തു വെച്ചാൽ, ഞാൻ ഈ ക്രിസ്മസിൻ്റെ അവധിക്ക് കൽക്കട്ടയിലും ബംഗാളിലെ പല സ്ഥലങ്ങളിലും പോയതാണ്. എല്ലാ സ്ഥലത്തും ഇവരുടെ നിരവധി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. കൽക്കട്ടയിൽ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും ഈ കുമാരി മമതാ ബാനർജിയുടെ ചിത്രങ്ങൾ, പുഞ്ചിരി തൂക്കുന്ന ചിത്രം, അവരുടെ ക്രുദ്ധയായ ചിത്രമുള്ള നമ്മുടെ മനസ്സിലുള്ള, അങ്ങനെയല്ല, പുഞ്ചിരി തൂക്കുന്ന, കണ്ണട വെച്ച് പുഞ്ചിരി തൂക്കുന്ന ദീദിയുടെ ചിത്രങ്ങൾ ഒന്നരമിട്ട പോസ്റ്റുകളിൽ അത് ഈ ചെറുപ്പക്കാരൻ്റെ പടമുണ്ടാകും, അനന്തരവൻ. അപ്പോൾ ഇതൊക്കെ കണ്ട് ജനങ്ങൾ വെറുത്തു. എന്തായാലും ഒരു പണി കൊടുക്കാൻ വിചാരിച്ചു.
ഇവിടെ രാജേഷ് രാമേന്ദ്രൻ പറഞ്ഞു മുസ്ലിം വോട്ടിൻ്റെ പുറകെ പോയി. അവിടെ സംഭവിച്ച വേറൊരു സംഭവം കൂടി ഉണ്ടെന്നറിയാമോ? ഈ ദായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം വെള്ളാപ്പള്ളി പ്രാവശ്യം പറയുന്നത് ബംഗാളിലാണ് പ്രാവർത്തികമായത്. അവിടെ പട്ടിക സമുദായക്കാരായ നവോശൂദ്രർ മുതൽക്ക് ബ്രാഹ്മണരും കായസ്ഥരും വരെയുള്ള മൊത്തം ഹിന്ദുക്കൾ സംഘടിച്ചിട്ട് മമതാ ബാനർജിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെയാണ് തോറ്റുപോയി. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അത് ആസാമിലും ഉണ്ടായിരുന്നു, ബംഗാളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള വേറെ ചോദ്യമാണ്. ഇതൊക്കെ വേറെ പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പ്രീണന നയം, കെടുകാര്യസ്ഥത, അഴിമതി, സ്ത്രീകൾക്കെതിരായ അക്രമം, സന്ദേശ് ഖാലിയിലും മറ്റുമൊക്കെ എന്താണ് ചെയ്തത് ഈ ഗുണ്ടകൾ, തൃണമൂലിൻ്റെ ഗുണ്ടകൾ. അപ്പോൾ അതിനോടൊക്കെയുള്ള ജനങ്ങളുടെ പ്രതികരണമാണ്. ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ അൺപോപ്പുലറായ അതേ രീതിയിൽ അതിനേക്കാൾ കൂടുതലായിട്ട് മമതാ ബാനർജി ബംഗാളിൽ അൺപോപ്പുലറായി. അങ്ങനെ അൺപോപ്പുലറായ നേതാവിന് ഡൽഹി പോയിട്ട് സോണിയാഗാന്ധിയെ ആലിംഗനം ചെയ്തുകൊണ്ട് വല്ല മാറ്റം ഉണ്ടാകാൻ പോകുന്നു? സോണിയാഗാന്ധി ആലിംഗനം ചെയ്യലല്ല, ജനങ്ങളിൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കലാണ് പ്രധാനം. അതുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കാരെ അവർ വെറുത്തത്. സ്വന്തം എം എൽ എമാർ വിട്ടുപോയത് അതുകൊണ്ടാണ്, സ്വന്തം എം പിമാർ വിട്ടുപോയത് അതുകൊണ്ടാണ്. പിന്നെ വന്നിട്ട് പോയിട്ട് കുറച്ച് ബുദ്ധിജീവികളുണ്ട്. ഞാനിപ്പോൾ അവരുടെ പേര് പറഞ്ഞില്ല. നമ്മുടെ കേരളത്തിൽ ഈ പുരോഗമന കലാസാഹിത്യ സംഘം പോലെ കുറച്ച് കലാസാഹിത്യ സംഘക്കാർ മമതാ ബാനർജിയെ പിന്തുണക്കുന്നുണ്ട്. അവർ വിട്ടുപോയിട്ടില്ല. കാരണം അവർക്ക് പോകാനൊരു സ്ഥലമില്ല. അതുകൊണ്ടാണ് അവർക്കൊക്കെ പാർലമെൻറ്റ് അംഗങ്ങളായിട്ട് ഈ ലോക്സഭയുടെ കാലാവധി കഴിയുന്നവരെ കഴിച്ചുകൂട്ടും. അതിനിപ്പോൾ പിന്നെ പെൻഷൻ പഠിച്ച് സുഖമായിട്ട് വീട്ടിലിരിക്കും. അത്രേ ഉള്ളൂ. അവർ പോയിട്ടില്ല. ബാക്കി എല്ലാവരും പോയി. പാർട്ടി മൊത്തമായിട്ട് പോയി, സംഘടന മൊത്തമായിട്ട് പോയി, സംസ്ഥാനം കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ കാളിഘട്ടിൽ പോയിട്ട് ഇനി അവിടെ പോയി ഭജന ഇരിക്കാം. അല്ലാതെ കണ്ട് തിരിച്ചു വരാൻ മാത്രം എളുപ്പമൊന്നുമില്ല. കാരണം ജനങ്ങൾ അത്രയും വെറുത്തു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഭൂമിക്ക് ഭാരമായി തീർന്ന കുറേ നേതാക്കന്മാരുടെ ഒരു കറക്ക് കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥ നോക്കും, അതേ ഡൽഹിയിൽ നിന്ന് മാന്യമായിട്ട് തോറ്റു. സ്റ്റാലിൻ്റെ അവസ്ഥ നോക്കും, പുള്ളി വീടിരിക്കുന്ന പഠനത്തിന് മത്സരിച്ച് അദ്ദേഹം തോറ്റു. കരുണാനിധി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റില്ല, അറിയാമോ? പക്ഷേ സ്റ്റാലിൻ തോറ്റു. അതെന്താണ്? കരുണാനിധി അല്ല, സ്റ്റാലിൻ. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ, ഈ പാർട്ടി മിക്കവാറും പാർട്ടികളുടെയും നേതാക്കന്മാർ. അതുകൊണ്ടാണ് ഇത് ക്ലച്ച് പിടിക്കാത്തത്. നമ്മൾ വലിയ സിദ്ധാന്തമൊക്കെ പറയാം. ഇത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇത്ര വലിയ അഴിമതി, ഇത്ര വലിയ കെടുകാര്യസ്ഥതയുണ്ട്, ഇത്ര കുട്ടികളുടെ ഭാവി അപകടത്തിലായി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മധ്യപ്രദേശിനെ പിടിച്ചു കുലിക്കുക വ്യാപം അഴിമതി ഓർന്നു. കുറേ ആളുകൾ പരീക്ഷ എഴുതാത്തവർക്ക് ജോലി കിട്ടി, പരീക്ഷ എഴുതിയവർക്ക് കൃത്രിമ നടത്തി ജോലി കിട്ടി. ഇത് വളരെ റാമ്പറ്റായിട്ട് നിൽക്കുന്ന സമയത്തല്ലേ നമ്മുടെ ഇദ്ദേഹം ശിവരാജ് സിംഗ് ചൗഹാൻ്റെ നേതൃത്വത്തിൽ BJP വീണ്ടും അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇതൊന്നും അല്ല, ആളുകൾ നോക്കുന്ന മറ്റ് പല കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വിശ്വാസ്യതയുള്ള നേതൃത്വം ഉണ്ടായേ പറ്റൂ. അതില്ലാതെ കണ്ട് ഈ വക ചപ്പടാച്ചികളൊന്നും ഒരു കാര്യമില്ല. ഇതിപ്പോൾ ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉടനെ തന്നെ 2 മാസം കൂടുമ്പോൾ യോഗം ചേരും, അടുത്ത യോഗം ഇന്ന സ്ഥലത്ത് വെച്ച് നടന്നു, അത് ചായയുടെ കൂടെ ഇന്നിൻ്റെ സാധനങ്ങളായിരിക്കും നമുക്ക് വിളമ്പുക. അതൊക്കെ നല്ല കാര്യമാണ്. ഈ നേതാക്കന്മാരുടെയൊക്കെ തടി പുഷ്ടിപ്പെടും. അതല്ലാതെ കണ്ട് ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ വൃഥാ വ്യായാമമാണ്. പിന്നെ നമുക്ക് വൈകുന്നേരം നേരം ഇതുപോലെ ചർച്ചയ്ക്ക് ഒരവസരം കിട്ടും. അതിനപ്പുറത്ത് എന്താ വിശേഷമുള്ളൂ? 8 മണിക്ക് ഏഷ്യാനെറ്റ് നടന്ന ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. അതിനപ്പുറത്ത് ഇന്ത്യ സഖ്യത്തൊക്കെ പറഞ്ഞ് വെറും കോവാളിത്തരമാണ്. ഈ UPA ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരിക്കലും UPA ശക്തിപ്പെട്ട് അവർക്ക് ഏതാണ്ട് ഒരു 200-250 സീറ്റ് കിട്ടുമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് മറ്റ് ഘടകകക്ഷികൾ കുറച്ച് കഴിയുമ്പോൾ ഒരു BSP ആണെങ്കിലും SP ആണെങ്കിലും മറ്റ് പ്രാദേശിക പാർട്ടികൾ ജാർഖണ്ഡ് മുക്തി മോർച്ചയൊക്കെ ആണെങ്കിലും കൂടെ വരും. ഇത് അതില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവില്ലാത്തവർ മറ്റവൻ്റെ തോളത്ത് കൈയിട്ട് എത്ര നാൾ മുന്നോട്ട് പോകും? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ കോൺഗ്രസ് ശക്തമാണെങ്കിൽ ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ സപ്പോർട്ട് ചെയ്യും. അതില്ലാത്തടത്തോളം കാലം അവരും ഇവരെ തടയും. ഇത്രേ കാര്യമുള്ളൂ. ഇത് മനസ്സിലാക്കാതെ വെറുതെ കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ രാമേന്ദ്ര ഗുഹ പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അത് പരിഹരിച്ചില്ലെങ്കിൽ ഇത് ഒരു സ്ഥലത്തും എത്തുകയില്ല. ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ആലുവക്കടുത്തുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂർക്കാരനായ ശ്രീ TH മുസ്തഫയാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും കുറഞ്ഞ വാക്കിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ അവരുടെ ആർക്കൈവിൽ അതുണ്ടാവും. അത് ഈ ആളുകളെ ഒന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആശയം ഇത് കാണുന്നത് കോൺഗ്രസ്സുകാരടക്കം എല്ലാവർക്കും. കുട്ടികളുടെ ഭാവിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് നീറ്റും CBSEയിലും അവസാനിക്കുന്നതല്ല. NEP-യിൽ രാജ്യത്ത് 4 വർഷ ബിരുദ കോഴ്സുകൾ തുടങ്ങി. ആദ്യം നടപ്പാക്കിയത് കേന്ദ്ര സർവകലാശാലകളാണ്. ആ 4ാമത്തെ വർഷം പുതുതായി ഒരു ബാച്ച് കൂടി ഉണ്ടാകുമ്പോൾ അവരെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു പോസ്റ്റ് പോലും ഒരു സർവകലാശാലയിലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. രാജ്യത്തെ സുപ്രധാനമായ സർവകലാശാലകളിൽ പോലും അതുണ്ടായില്ല. എന്നിട്ടിപ്പോൾ 4 വർഷ ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് 1 വർഷ ബിരുദാനന്തര കോഴ്സ് ഇല്ല. ഇതുവരെ പ്രധാനപ്പെട്ട സർവകലാശാലകളൊന്നും അത് പ്രഖ്യാപിച്ചിട്ടില്ല. CUETയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നതൊക്കെ 2 വർഷ ബിരുദ കോഴ്സിൻ്റെ അറിയിപ്പുകളാണ്.
അങ്ങനെ ഇവർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്ത് ധാരണയാണുള്ളത്? സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ രക്ഷപ്പെട്ടു പോവുകയാണ് ഈ ക്രമക്കേടുകൾക്കും ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികൾക്കുമിടയിൽ. നമ്മൾ സ്ഥിരമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തകർച്ച, നിലവാര തകർച്ചയെക്കുറിച്ചും അവിടുത്തെ സിലബസിലെ പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ആരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, നമ്മളേറ്റവും മികച്ചത് എന്ന് നമ്മൾ കരുതുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഇതുപോലുള്ള ഇന്ത്യയിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും അവസ്ഥ. ഞാനിവിടെ ഇത് സാഫ്രനൈസേഷനാണോ, അല്ലെങ്കിൽ സംഘീവൽക്കരണമാണോ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങൾ കാരണമാണോ, അതിനേക്കാളൊക്കെ വളരെ വലുതായിട്ട് ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് ഇവിടെ തുടങ്ങുന്നത് ഈ വലിയ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് മാത്രമല്ല. ഇപ്പോൾ ഈ നീറ്റിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെങ്കിൽ JEEയുടെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നെങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? CUET ഒരു സാധാരണ പരീക്ഷ, അത് നേരാവണ്ണം നടത്താൻ പറ്റുന്നില്ല. CBSE എത്രയോ കാലങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന പരീക്ഷ, ആ പരീക്ഷയുടെ വാല്യുവേഷൻ, ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്നുള്ള ഈ ഒരു പ്രഹസനം നടത്തിയിട്ട് അത് നേരാവണ്ണം നടത്താൻ കഴിയുന്നില്ല. പശ്ചിമേഷ്യൻ ക്രൈസിസിൽ നിന്നിൻ്റെ ഭാഗമായിട്ട് അതിതീവ്രമായിട്ടുള്ള ഇന്ധന വില വർധന, ഈ എല്ലാ അർത്ഥത്തിലും നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും രാജ്യം ഒരുപാട് ക്രൈസിസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വസ്തുനിഷ്ഠാപരമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ NDA സർക്കാരിൻ്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള നിമിഷമാണ് നമ്മളിവിടെ കാണുന്നത്. അത് എവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള വീടുകളിലെല്ലാം തന്നെ എന്തൊരു വലിയ ആദിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷന് ഏത് കോഴ്സ് എടുക്കണം എന്ന് അറിയാൻ വയ്യാതെ ഈ CUET പരീക്ഷയുടെ ഈ പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നുപോയിട്ട് അന്താളിച്ച് നിൽക്കുന്ന കുട്ടികളുള്ള വീട്ടിലെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ 12ാം ക്ലാസ് മുതൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റോക്കറ്റ് സയൻസ് ഇല്ല. ഇതിനകത്ത് നമ്മൾക്ക് നേരെ കൂട്ടി വാർ ഗെയിമിംഗ് നടത്താൻ പറ്റുമായിരുന്നു. നമ്മൾ ഹോർമൂസ് കടലിടുക്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റഷ്യയിൽ നിന്ന് നേരത്തെ വാങ്ങി വെക്കണമായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഇന്ധന സ്രോതസ്സുകൾ കണ്ടെത്തണമായിരുന്നു. ഇങ്ങനെയുള്ള വലിയ ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മര്യാദയ്ക്ക് എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷ നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സാധാരണ പ്രവേശന പരീക്ഷകൾ നടത്താൻ പറ്റാത്ത ഒരു വലിയ കേന്ദ്ര സർക്കാർ, എന്നിട്ട് സൽഭരണത്തിൻ്റെ പേര് പറയുന്ന, ഇത് എഫിഷ്യൻസിയുടെ പേര് പറയുന്ന, ഗുഡ് ഗവേണൻസിൻ്റെ പേര് പറയുന്ന, കാരണം ഇതിൻ്റെ പേരിലായിരുന്നല്ലോ ഈ നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുകയും നിരന്തരമായിട്ട് ജയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെയാണ് ആ വലിയ ഈ ചോദ്യപേപ്പർ ചോർന്നൊലിക്കുന്നത് പോലെയാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫാൻറ്റസി ലോകം തന്നെ ചോർന്നൊലിച്ചിരിക്കുന്നത്. അവിടെ കുട്ടികളുടെ കാര്യം പറയാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ആ കാര്യത്തിൽ ശ്രീ ജയശങ്കർ വക്കീൽ പറഞ്ഞതിനോട് ഞാൻ പരിപൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഈ കുട്ടികളുടെ കാര്യം പറയാനാണെങ്കിൽ വിദേശത്ത് നിന്ന് ആൾ വരണോ? ഈ കുട്ടികളുടെ കാര്യം പറയാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല? അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ, അവർക്ക് വേണ്ടി വെയിലത്ത് പോയിരുന്ന സമരം ചെയ്യാൻ എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയുന്നില്ല? കാരണം ഇത് ഈ രാജ്യത്തെ കുട്ടികളുടെ കാര്യമല്ലേ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷത്തിൽ നിന്ന് നമുക്ക് വളരെയധികം ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു, ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ അവസരത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ശരി. സ്കൂബ ഡൈവിങ്ങും റീലുകളുമല്ല രാജ്യത്തിന് ആവശ്യം. നീറുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാരിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ ആർജവമുള്ള ഒരു പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷ ശബ്ദമാണ് നിർഭാഗ്യവശാൽ രാജ്യത്തിന് നഷ്ടപ്പെടുന്നത്.